ഫ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മോട് ഓരോരുത്തരോടുമായി കർത്താവ് ഇങ്ങനെ ഇടപെടുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ, നമ്മെ തന്നെ നാം സൂക്ഷിച്ച് നാം ഒഴിഞ്ഞു നിന്നാൽ, നിശ്ചയമായി നമ്മുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ കാലുകൾ അവൻ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ശത്രുവായവൻ പല വലകളും കുടുക്കുകളും കെണികളും കുഴികളും നമുക്കെതിരായി വച്ചിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്താൽ ദൈവകൃപയാൽ നാം അതൊക്കെ വിട്ട് ഒഴിഞ്ഞു മാറിയാൽ, അതെ, നമുക്ക് ദൈവപ്രവർത്തികളെ കാണുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ തന്നെ ഒരു അഡ്വൈസ് നമുക്ക് നൽകുന്നു. ചില പാതകളെ നാം വിട്ട് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. വായിക്കാം 17-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4-5 വചനങ്ങൾ. മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട്. അതെ, നാം പല പ്രവൃത്തികളും ഇന്ന് കാണുന്നവരാണ്. നാം ജീവിക്കുന്ന ലോകത്ത് മനുഷ്യർ പല പ്രവൃത്തികളെയും ചെയ്യുന്നുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുമുണ്ട്, അതേ, ദോഷപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ആ പ്രവൃത്തികളെ കണ്ടിട്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നാം നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. ചില പ്രവൃത്തികൾ നമ്മെ ആദ്യം ആകർഷിക്കും. ചില മനുഷ്യരുടെ പ്രവൃത്തികൾ നമ്മെ ആകർഷിക്കും, നമ്മെ ത്രസിപ്പിക്കും, നമ്മെ രസിപ്പിക്കും. പക്ഷെ അവസാനം അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ആയതിനാൽ എങ്ങനെ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്താൽ, കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ദൈവത്തിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നമുക്കതിനെ ജയിക്കുവാൻ ഇടയായിത്തീരും. ഈ നാളുകളിൽ അധികമായി വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനം കേൾക്കുവാൻ നമ്മുടെ മനസ്സിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വചനത്താൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും. ചില പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാം ചെയ്യുമ്പോൾ അടുത്ത വചനത്തിൽ വായിക്കുന്നു, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. അതെ, നാം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ പാതയിൽ തന്നെയായിരിക്കണം. കർത്താവ് നടത്തുന്ന പാതയിൽ തന്നെ നമുക്ക് പോകണം. എങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ അവകാശമാക്കുവാൻ ഇടയാകുകയുള്ളൂ എന്നൊക്കെ നാം ചിന്തിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നമുക്ക് ആഗ്രഹവും ചിന്തയും ഉണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, നാം ചിലതിനെ വിട്ട് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറിയാൽ മാത്രമേ, ചില പാതകളെ നാം സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറിയാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ നടക്കുവാൻ നമുക്ക് ഇടയാകുകയുള്ളൂ. യേശു കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയ മാതൃക നമുക്ക് പിന്തുടരുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നാം പിന്തുടർന്നാൽ എൻ്റെ കാൽ വഴുതിയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്കും പറയുവാനിടയായിത്തീരും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പെരുവെള്ളങ്ങൾ കവിഞ്ഞു വന്നാലും, ഏത് അഗ്നിശോധനകൾ കടന്നു വന്നാലും, അതേ കാൽ വഴുതിപ്പോയി വീണുപോയി എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ കാൽ വഴുതാതെ വണ്ണം കർത്താവ് നമ്മെ കാക്കും. നമ്മുടെ കാൽ വഴുതുവാൻ നമ്മുടെ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ നാളുകളിൽ ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ ശൗലിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര പ്രതിസന്ധികൾ കടന്നു വന്നിട്ടും ദൈവത്തിൻ്റെ വചനത്താൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആലോചന കേട്ട്, അരുളപ്പാട് കേട്ട്, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി താൻ പല പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് സൂക്ഷിച്ച് മാറിയത് കൊണ്ട് ദൈവം സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പദ്ധതി പോലെ ആ രാജ്യസ്ഥാനത്ത് സ്തോത്രം സിംഹാസനത്തിലിരിക്കുവാൻ ദാവീദിന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു
ഉദ്ദേശ്യമുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, സാധ്യമാകണമെങ്കിൽ നാം ചിലത് വിട്ട് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറി നിൽക്കണം. നമ്മെ തന്നെ സൂക്ഷിക്കണം. അതെ, ആമേൻ, സ്തോത്രം. അത് ചിലപ്പോൾ നാം വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല. ചിലപ്പോൾ നാം അറിയാതെ തന്നെ നാം പലതിനും അഡിക്റ്റഡ് ആയിരിക്കാം. ആമേൻ, സ്തോത്രം. നമ്മുടെ ദൃഷ്ടിയിൽ അത് കുഴപ്പമില്ല, നല്ലതെന്ന് തോന്നുമായിരിക്കാം. ആയതിനാൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് വചനമാകുന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് ആത്മാവിനെ അനുസരിച്ച് ചില പാതകളെ വിട്ട് സൂക്ഷിച്ചൊഴിഞ്ഞു മാറുമെങ്കിൽ നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ പാതയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ കാൽ ഒരു നാളും വഴുതി പോകത്തില്ല, നാം വീണ് പോകത്തില്ല, നിലം വരച്ചിയാകത്തില്ല. കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ മകൻ ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകൾ അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കർത്താങ്ങളുടെ അധരങ്ങളുടെ വചനത്താൽ കർത്താവേ, അപ്പോൾ വചനം പ്രമാണിച്ചുകൊണ്ട് വചന പ്രകാരം ഞങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ നാളുകൾ ചില പാതകളെ വിട്ട് സൂക്ഷിച്ചൊഴിഞ്ഞു മാറുവാനും കർത്താവ് അങ്ങയുടെ പാതയിൽ അങ്ങയുടെ നടപ്പിൽ തന്നെ ആയിരിക്കാനും അങ്ങയുടെ പാത പിന്തുടരുവാനും കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വഴിയില്ലാതെ നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ അപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഓരോ നാളും ജീവിപ്പാൻ കൃപ നൽകണമേ. ദൈവകരങ്ങളെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വഴുതിപ്പോയി വീണു പോയിരുന്ന സാഹചര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും അവരെ കർത്താവ് ആശ്വസിപ്പിക്കണം. വചനപ്രകാരം ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ, ഒന്നുകൂടെ യഥാസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സ്വർഗ്ഗമേ അങ്ങ് സഹായിക്കും മറകടമേന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ ഘടകങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.